ഇസ്ലാഹിൽ ജബ്ബാർ മൗലവി എഴുതിയ ലേഖനം, ആ ലേഖനത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല. ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല. അത് ഇന്നല്ല എന്നും പറയും, മുമ്പും പറഞ്ഞിട്ടുണ്ട്. ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നതിലില്ല. ഇസ്ലാഹിൽ ജബ്ബാർ മൗലവി എഴുതിയ ലേഖനം, ആ ലേഖനത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല. ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല. അത് ഇന്നല്ല എന്നും പറയും, മുമ്പും പറഞ്ഞിട്ടുണ്ട്. ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നതിലില്ല. എന്നാൽ ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്നതിലുണ്ട്. അതെവിടെ? ആ വാചകം എവിടെ എന്നാ ചോദിക്കുന്നത്. ആ വാചകം എവിടെ എന്ന് ജിന്നുവാദികൾ ചോദിക്കാനുള്ള കാരണം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സുന്നികളും മുജാഹിദുകളും തമ്മിലുള്ള തർക്കത്തിന്റെ അടിസ്ഥാനം പഠിക്കാത്തതുകൊണ്ടാണ്. കാരണം ഇവരൊന്നും അങ്ങനെ പഠിച്ചു വന്നവരല്ല. ഒരാവേശത്തിൽ വിഷ്ണു വിഭാഗത്തിന്റെ കൂടെ കൂടിയവരാണ്. എന്താണ് പ്രാർത്ഥന എന്ന് മുജാഹിദ് പ്രസ്ഥാനവും സുന്നികളും തമ്മിലുള്ള തർക്കം പഠിച്ചു വന്ന ഒരാളും ഈ ചോദ്യം ചോദിക്കില്ല. പച്ചക്കള്ളങ്ങളാണിത് മുഴുവൻ. മനസ്സിലാക്കണം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിലേക്ക് ലാനത്താക്കപ്പെട്ട പിശാച് എന്നിട്ട് പറഞ്ഞത് എന്താ? ഞാൻ സത്യസന്ധനാണ്, ഞാൻ നല്ല ഗുണകാംക്ഷിയാണ്, ഞാൻ നിങ്ങൾക്ക് നന്മ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആ വൃക്ഷത്തിന് സമീപത്തേക്ക് നിങ്ങൾ പോകരുത് എന്ന് പറയാനുള്ള കാരണം, അള്ളാഹു നിങ്ങളെ വിലക്കാനുള്ള കാരണം, നിങ്ങളത് കഴിച്ചാൽ ശാശ്വതരായി സ്വർഗത്തിൽ തന്നെ കഴിയേണ്ടി വരും, നിങ്ങൾ അത്യുന്നതമായ ഒരു പദവിയിലേക്ക് ഉയർത്തപ്പെടും, അതുകൊണ്ടാണ് അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞത്. ഞാൻ ഒരു വിശ്വസ്തനായ ഗുണകാംക്ഷിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിശാച് വന്നതെങ്കിൽ അതിന് തത്തുല്യമായി ഇദ്ദേഹം ഇത്രയും നേരം പറഞ്ഞത് മുഴുവനും ബാത്തിലാണ്, കളവാണ്, പച്ച നുണയാണ്. പറഞ്ഞു നടന്നു. എന്ത്? ഇവർ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ്. ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നാണ് മുജാഹിദിൽ പറയുന്നത്. മഹാദല്ലാ, അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജിന്നിനോടല്ല, മലക്കിനോടല്ല, ഒരു പടപ്പിനോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുകയും അത് സമർത്ഥിക്കുവാൻ വേണ്ടി ഖണ്ഡനമണ്ഡലങ്ങളും വാദപ്രതിവാദങ്ങളും നടത്തുന്ന ഒരു ആദർശ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ഏകനായ റബ്ബിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന അടിസ്ഥാന ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് നേരെ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരാണെന്ന് ഇസ്ലാഹിൽ അതിന് ലേഖനം വന്നിട്ടുണ്ടത്രേ. ഞാൻ വായിക്കുന്നില്ല, പക്ഷെ ഇവരുടെ ദുരന്തം എന്താണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയുകയാണ്. എന്താണല്ലേ? ഇതാ ഈ ഇസ്ലാഹിൽ ഏപ്രിൽ 2007 ഇസ്ലാഹിൽ വന്ന ഒരു ലേഖനം. ആ ലേഖനത്തെ എടുത്തു ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരാണ് മുജാഹിദുകൾ എന്ന് ഇവര് പറഞ്ഞു നടന്നത്. എന്നാൽ വളരെ വ്യക്തമായി തന്നെ ഇസ്ലാഹത്തിന് മറുപടി പറഞ്ഞു കൊടുത്തു. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമില്ല എന്ന് മാത്രമല്ല, ഇവർ എടുത്തുദ്ധരിക്കാറുള്ള വരി, ആ വരി ആ ഉദ്ദേശത്തിൽ എഴുതിയതോ അത് സമർത്ഥിക്കുന്നതോ അല്ല എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക എന്ന് വളരെ വ്യക്തമായി ഇസ്ലാഹ് തന്നെ പരസ്യം ചെയ്യുകയും അതിനുശേഷവും പഴയ വാദം ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ എന്താ സംഭവം? ഒരു ഹദീസിന്റെ വിശദീകരണം ഇസ്ലാഹിൽ വന്നതിനെടുത്ത് ദുർവ്യാഖ്യാനിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇവർ മുജാഹിദുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറഞ്ഞു നടന്നത്.